മാർപ്പാപ്പയുടെ മരണപത്രം പുറത്തുവിട്ട് വത്തിക്കാൻ. ലോക സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി അവസാന നിമിഷം വരെ നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു. അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസീലിക്കയിലായിരിക്കണമെന്നാണ് മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നത്. സഭയുടെ സ്ഥാപകനെന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസീലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നു. പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസീലിക്കയിലേക്ക് ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്നത്. അവരെ സാക്ഷിയാക്കി രാത്രിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫെരലാണ് നേതൃത്വം നൽകിയത്. അതിനിടെ മാർപ്പാപ്പയുടെ മരണകാരണം വ്യക്തമാക്കി വാർത്താക്കുറിപ്പുകൾ പുറത്തിറക്കി. ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇന്ന് വത്തിക്കാനിൽ കർദിനാൾമാരുടെ യോഗം ചേരും. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. നാളെ സെന്റ് പീറ്റേഴ്സ് ബസീലിക്കയിൽ പൊതുദർശനം നടക്കും. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ 11:05 മാർപ്പാപ്പ കാലം ചെയ്തത്. 88 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിതനായി 38 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ മാസം 23 വസതിയിലേക്ക് തിരികെ എത്തിയത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് 2013 മാർച്ച് 13 കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി അദ്ദേഹം ചുമതലയേറ്റത്. കത്തോലിക്ക സഭയെ നയിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം.